പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തങ്ങൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളത്തിൻ്റെ 3rd സെമസ്റ്ററിലെ ഒരു പേപ്പറാണ്. അലങ്കാര വിഭജനവും അലങ്കാര പഠനവും എന്ന യൂണിറ്റ് നമുക്കിന്ന് ചർച്ച ചെയ്യാം. AR രാജരാജവർമ്മ ഭാഷാഭൂഷണത്തിൽ അലങ്കാരത്തിന് കൊടുക്കുന്ന നിർവചനം നോക്കാം. ശബ്ദാർത്ഥങ്ങളിൽ വെച്ചൊന്നിൽ വാച്യമായിട്ടിരുന്നിടും ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടലങ്കാരമായത്. ചമൽക്കാരം ചമയ്ക്കുന്ന മട്ട ആണ് അലങ്കാരം എന്ന് പറയുന്നു. ചമൽക്കാരം ചമയ്ക്കുന്ന മട്ടാണ് അലങ്കാരം. എന്താണ് ചമൽക്കാരം? ആഭരണങ്ങൾ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. യഥാവിധി ആഭരണങ്ങൾ അണിഞ്ഞ സൗന്ദര്യവതിയെ കാണുമ്പോൾ നമുക്ക് ആഹ്ലാദം ഉണ്ടാകുന്നു. അതുപോലെ കവിതയിൽ ചേർന്നു വരുന്ന ആഹ്ലാദമുളവാക്കുന്ന ധർമ്മമാണ് അലങ്കാരം. കവിതയിൽ ചേർന്നു വരുന്ന ആഹ്ലാദമുളവാക്കുന്ന ധർമ്മമാണ് അലങ്കാരം എന്നത്. ഒരു സ്ത്രീയെ മനോഹരമായ ആടയാഭരണങ്ങൾ അണിയിച്ച് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടും പോലെയാണ് കാവ്യത്തിൽ അലങ്കാരങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സ്ത്രീയെ മനോഹരമായ ആടയാഭരണങ്ങൾ അണിയിച്ച് സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നത് പോലെയാണ് കാവ്യത്തിൽ അലങ്കാരങ്ങൾ പ്രവർത്തിക്കുന്നത്. അലങ്കാരം ശബ്ദത്തെയോ അർത്ഥത്തെയോ ആശ്രയിച്ചു വരാം. AR അലങ്കാരങ്ങളെ സാമ്യം, അതിശയം, വാസ്തവം, ശ്ലേഷം എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്നു. ഒന്നുകൂടി നോക്കാം. സാമ്യം, അതിശയം, വാസ്തവം, ശ്ലേഷം എന്നിങ്ങനെ 4ആയി വിഭജിക്കുന്നു. സാമ്യം എന്താണെന്ന് നോക്കാം. വർണ്ണ്യ വസ്തുവിനെ പറ്റി പറയുമ്പോൾ അവർണ്യ വസ്തുവിനെ ചൂണ്ടി അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള അലങ്കാരങ്ങളാണ് സാമ്യോക്തിയിൽ വരുന്നത്. വർണ്ണ്യ വസ്തുവിനെ പറ്റി, അതായത് പ്രസ്തുതത്തെ പറ്റി പറയുമ്പോൾ അവർണ്യം, അതായത് അപ്രസ്തുത വസ്തുവിനെ ചൂണ്ടി അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളവയാണ് സാമ്യോക്തിയിൽ വരുന്നത്. സാധാരണ ജീവിതത്തിൽ ഒരു വസ്തുവിനെ കാണുമ്പോൾ മറ്റൊന്നിനെ നമുക്ക് ഓർമ്മ വരാം, അല്ലെങ്കിൽ സാദൃശ്യം തോന്നാം. മണൽ കാണുമ്പോൾ പഞ്ചസാര തരി പോലെ എന്ന് തോന്നാം. പക്ഷേ അതിൽ സഹൃദയന് ആഹ്ലാദം തോന്നണമെന്നില്ല. സാമ്യം കൊണ്ട് ആഹ്ലാദമുളവാക്കുന്ന അലങ്കാരങ്ങളാണ് സാമ്യോക്തി അലങ്കാരങ്ങൾ. സാമ്യോക്തിയെ പറ്റി പഠിക്കുമ്പോൾ 4 ഘടകങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകേണ്ടതാണ്. ഒന്ന്, ഉപമിക്കപ്പെടുന്ന വസ്തുവിനെ നമ്മൾ ഉപമേയം എന്ന് വിളിക്കുന്നു. ഉപമിക്കപ്പെടുന്ന വസ്തുവിനെ ഉപമേയമെന്ന്. എന്തിനോടാണ് സാമ്യം തോന്നുന്നത് ആ വസ്തു ഉപമാനം. എന്തിനോടാണോ സാമ്യം തോന്നുന്നത് ആ വസ്തുവിന് പറയുന്ന പേരാണ് ഉപമാനം. രണ്ടിനും സാമ്യം തോന്നണമെങ്കിൽ ചില സ്വഭാവ പ്രത്യേകതകൾ ഉണ്ടാകണമല്ലോ. അത് സാധാരണ ധർമ്മം. രണ്ടിനും സാമ്യം തോന്നണമെങ്കിൽ ചില സ്വഭാവ പ്രത്യേകതകൾ രണ്ടിലും ഉണ്ടായിരിക്കും. അതിനെയാണ് സാധാരണ ധർമ്മം എന്ന് പറയുന്നത്. ഉപമിക്കുന്നതിന് പോലെ, സമം എന്നിങ്ങനെയൊക്കെയുള്ള ചില വാക്കുകൾ ചേർക്കാറുണ്ട്. അവയെല്ലാം ഉപമാ വാചകങ്ങളാണ്. നമ്മൾ 4 കാര്യങ്ങൾ പറഞ്ഞു. ആദ്യത്തേത് ഉപമേയം, രണ്ടാമത്തേത് ഉപമാനം, മൂന്നാമത്തേത് സാധാരണ ധർമ്മം, 4 ഉപമാ വാചകം. ഒന്നുകൂടി: ഉപമേയം, ഉപമാനം, സാധാരണ ധർമ്മം, ഉപമാ വാചകം. ഉപമ അലങ്കാരങ്ങളുടെ മാതാവാണ് ഉപമ. ഭരതമുനി നാട്യശാസ്ത്രത്തിൽ 4 അലങ്കാരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഉപമയാണ്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. ഒന്നിനൊന്നോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത്. ഒരു വസ്തുവിന് മറ്റൊന്നിനോട് ചമൽക്കാരം തോന്നുന്ന വിധം സാദൃശ്യം ചൊല്ലുന്നതാണ് ഉപമ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന ഉദാഹരണമാണ് ഭാഷാഭൂഷണത്തിൽ AR നൽകിയിരിക്കുന്നത്. ഈ വരികളിൽ മന്നവേന്ദ്രന്റെ മുഖമാണ് ഉപമേയം. ചന്ദ്രൻ അവിടെ ഉപമാനമാണ്. വിളങ്ങൽ സാധാരണ ധർമ്മം. പോലെ എന്നതാണ് ഉപമാ വാചകം.
മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. ഇവിടെ മന്നവേന്ദ്രന്റെ മുഖം ഉപമേയം, ചന്ദ്രൻ എന്നത് ഉപമാനം, വിളങ്ങൽ അവിടെ സാധാരണ ധർമ്മം, പോലെ എന്നത് ഉപമാവാചകം. പൂർണ്ണോപമയാണെങ്കിൽ 4 ഘടകങ്ങളും ഉണ്ടായിരിക്കണം. ഉപമേയം, ഉപമാനം, സാധാരണ ധർമ്മം, ഉപമാവാചകം എന്നിവ ഉണ്ടായിരിക്കണം. ഉപമയിലെ ഘടകങ്ങൾ കുറഞ്ഞാൽ അത് ലുപ്തോപമ. ഉപമാന ലുപ്ത, ധർമ്മലുപ്ത, വാചകലുപ്ത, ധർമ്മോപമാന ലുപ്ത, ധർമ്മവാചക ലുപ്ത, ധർമ്മോപമാന വാചകലുപ്ത എന്നിങ്ങനെ 6 വിധം ലുപ്തോപമാനങ്ങളെ കുറിച്ച് ഭാഷാഭൂഷണത്തിൽ പറയുന്നുണ്ട്. ഒന്നുകൂടി പറയാം. ഉപമാന ലുപ്ത, ധർമ്മലുപ്ത, വാചകലുപ്ത, ധർമ്മോപമാന ലുപ്ത, ധർമ്മവാചകലുപ്ത, ധർമ്മോപമാന വാചകലുപ്ത. ഉപമയുടെ വകഭേദങ്ങളാണ് പ്രദീപം, രശനോപമ, അനന്വയം, സാവയവോപമ, ഉപമേയ ഉപമ, മാലോപമ എന്നിവ. മറ്റൊരു ഉദാഹരണമാണ് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ. ഉപമക്കൊരു ഉദാഹരണമാണ് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ. രണ്ടാമത്തേത് രൂപകം. ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് അലങ്കാര രൂപത്തിൽ പറയുന്നതാണ് ഉപമ. ഒന്ന് മറ്റൊന്ന് പോലെയാണെന്ന് അലങ്കാര രൂപത്തിൽ പറഞ്ഞാൽ അത് ഉപമ. ഒന്ന് മറ്റൊന്ന് തന്നെയാണെന്ന് പറയുന്നതാണ് രൂപകം. ഒന്ന് മറ്റൊന്ന് തന്നെയാണ്. അവർണ്യത്തോട് വർണ്യത്തിനഭേദം ചൊൽക രൂപകം എന്നാണ് ലക്ഷണം. അവർണ്യത്തോട് വർണ്യത്തിനഭേദം ചൊൽക രൂപകം. മന്നവേന്ദ്രന്റെ മുഖം ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ അവിടെ ഉപമയാണ്. മന്നവേന്ദ്രന്റെ മുഖം ചന്ദ്രൻ തന്നെ എന്ന് പറഞ്ഞാൽ അത് രൂപകം. മന്നവേന്ദ്രന്റെ മുഖം ചന്ദ്രൻ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ രൂപകമാണ്. ഉദാഹരണം കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു. ഉദാഹരണത്തിൽ കാലാഹി എന്ന പദത്തിൽ കാലത്തിനും അഹി പാമ്പിനും തമ്മിലുള്ള സാദൃശ്യ അതിരേകത്താലുള്ള അഭേദമാണുള്ളത്. മൂന്നാമത്തേതാണ് ഉൽപ്രേഷ. ഒരു വസ്തു കണ്ട് മറ്റൊന്നാണ് എന്ന് ബലമായി ശങ്കിക്കലാണ് ഉൽപ്രേഷ. ഒരു വസ്തു കണ്ടിട്ട് മറ്റൊന്നാണോ എന്ന് ബലമായി ശങ്കിച്ചാൽ അത് ഉൽപ്രേഷ. രണ്ടിനും പൊതുവെയുള്ള ധർമ്മങ്ങൾ കണ്ടതുകൊണ്ടാണ് ഈ സംശയം ബലവത്താകുന്നത്. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതു താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷാക്യലങ്കൃതി എന്നാണ് ലക്ഷണം. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതു താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിലാശങ്ക ഉൽപ്രേക്ഷാക്യലങ്കൃതി. ഉദാഹരണം ദർപ്പം കലർന്നുള്ള സർപ്പങ്ങളെല്ലാം തൻ മസ്തകൻ ചാലയെ പരത്തി നിന്നു. വേവുറ്റു മേവുമക്കാനനം കൈകൊണ്ടു പാവകൻ തന്നെ വിലക്കും പോലെ. കൃഷ്ണഗാഥയിലെ വരികളാണ്. ഗാണ്ഡവം ദഹിക്കുന്ന സമയത്ത് ആ വനത്തിലുള്ള സർപ്പങ്ങൾ കത്തി വിടർത്തുന്നത് സങ്കല്പത്തിലൂടെ ദർശിക്കുന്നു കവി. ആ ധർമ്മത്തെ കാട് അഗ്നിയെ കൈകാട്ടി വിലക്കുന്നതായി സംഭാവനം ചെയ്തിരിക്കുന്നു. മറ്റൊരുദാഹരണം പറഞ്ഞാൽ മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതിയുടെ തൻ പൊൻകതിർ പോലെ. ചങ്ങമ്പുഴ മനസ്സിനി എന്ന കവിതയിൽ മനസ്സിനിയുടെ രൂപത്തെ നിർവൃതിയുടെ പൊൻകതിരാണോ എന്ന് സംശയിച്ചിരിക്കുന്നു. ഉപമയിൽ സാദൃശ്യം തോന്നലേയുള്ളൂ, രൂപകത്തിൽ സംശയമില്ല. ഒന്ന് തന്നെയാണ് മറ്റൊന്ന്. ഉൽപ്രേക്ഷയിൽ രണ്ടിനും തമ്മിലുള്ള സ്വഭാവ സാദൃശ്യം കാരണം ഒന്നു തന്നെയല്ലേ മറ്റേത് എന്ന് സംശയം തോന്നലാണ്. ഫലോൽപ്രേക്ഷ, ഹേതുൽപ്രേക്ഷ, ധർമ്മോൽപ്രേക്ഷ, ധർമ്മോൽപ്രേക്ഷ എന്നിങ്ങനെ ഉൽപ്രേക്ഷയ്ക്ക് വിഭാഗങ്ങളും ഉണ്ട്. സാംയുക്തിയിൽ വരുന്ന മറ്റു അലങ്കാരങ്ങളാണ് സ്മൃതിമാൻ, ഭ്രാന്തിമാൻ, സസന്ദേഹം എന്നിവ. സാദൃശ്യത്താൽ സ്മൃതി ഭ്രാന്തി സന്ദേഹങ്ങൾ കതുക്കുകിൽ സ്മൃതിമാൻ ഭ്രാന്തിമാൻ പിന്നെ സന്ദേഹവുമായിടും. ഉപമാനം കാണുമ്പോൾ മറ്റൊന്നിനെ സ്മരിക്കുന്നതാണ് സ്മൃതിമാൻ. ഉപമാനം കാണുമ്പോൾ
മറ്റൊന്നിനെ സ്മരിക്കുന്നത് സ്മൃതിമാൻ. സാദൃശ്യത്താൽ ഉപമേയത്തെ ഉപമാനമാണെന്ന് ഭ്രമിക്കുന്നതാണ് ഭ്രാന്തിമാൻ. സാദൃശ്യത്താൽ ഉപമേയത്തെ ഉപമാനമാണെന്ന് ഭ്രമിച്ചാൽ അത് ഭ്രാന്തിമാൻ. ഉപമേയത്തെ ഒന്നിലധികം ഉപമാനങ്ങളായി സംഗ്രഹിക്കുന്ന അലങ്കാരമാണ് സസന്ദേഹം. ഉപമേയത്തെ ഒന്നിലധികം ഉപമാനങ്ങളുമായി സംഗ്രഹിക്കുന്ന അലങ്കാരത്തെ നമുക്ക് സസന്ദേഹം എന്ന് പറയാം. മറ്റൊരു സംയുക്തി അലങ്കാരമാണ് വ്യതിരേകം. വിശേഷം വ്യതിരേകാഖ്യം വർണ്ണാവർണ്യങ്ങൾ തങ്ങളിൽ എന്നാണ് ലക്ഷണം. വിശേഷം വ്യതിരേകാഖ്യം വർണ്ണാവർണ്യങ്ങൾ തങ്ങളിൽ. ഉപമാന ഉപമേയങ്ങൾക്ക് ഒരു ധർമ്മത്തിൽ മാത്രം തങ്ങളിൽ ഭേദമുണ്ടെന്ന് പറയുന്നതാണ് വ്യതിരേകം. ഉപമാന ഉപമേയങ്ങൾക്ക് ഒരു ധർമ്മത്തിൽ മാത്രം തങ്ങളിൽ ഭേദമുണ്ട് എന്ന് പറയുന്നത്. പ്രതിവസ്തു ഉപമ. പ്രതിവസ്തു എന്നാൽ പര്യായം എന്നർത്ഥം. ഉപമാനത്തിലും ഉപമേയത്തിലും ഒരേ സാധാരണ ധർമ്മമുണ്ട് എന്ന് പര്യായങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ പ്രതിവസ്തു ഉപമ. ഉപമാനത്തിലും ഉപമേയത്തിലും ഒരേ സാധാരണ ധർമ്മം ഉണ്ട് എന്ന് പര്യായങ്ങൾ ഉപയോഗിച്ച് പറയുന്നതാണ് പ്രതിവസ്തുപമ. ദൃഷ്ടാന്തം. ഉപമാനവാക്യത്തിലും ഉപമേയവാക്യത്തിലും സാധാരണ ധർമ്മത്തെ കണ്ണാടിയിൽ എന്ന പോലെ ബിംബപ്രതിബിംബങ്ങളാക്കി പറഞ്ഞാൽ അത് ദൃഷ്ടാന്തം. ഉപമാനവാക്യത്തിലും ഉപമേയവാക്യത്തിലും സാധാരണ ധർമ്മത്തെ കണ്ണാടിയിൽ എന്ന പോലെ ബിംബപ്രതിബിംബങ്ങളാക്കി പറയുന്നതാണ് ദൃഷ്ടാന്തം. ദൃഷ്ടാന്തം അതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ എന്നാണ് ലക്ഷണം. വളരെ പ്രസിദ്ധമായ ഉദാഹരണമാണ് കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുതാൻ. കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുതാൻ. നിദർശന. ഭിന്നധർമ്മങ്ങളോട് കൂടിയ വസ്തുക്കൾക്ക് ഐക്യം അല്ലെങ്കിൽ അഭേദം കൽപ്പിക്കുന്നതാണ് നിദർശന. ഭിന്നധർമ്മങ്ങളോട് കൂടിയ വസ്തുക്കൾക്ക് ഐക്യം കൽപ്പിക്കുന്നത് നിദർശന. ദീപകം. അനേകം വസ്തുക്കൾ പക്ഷേ അവയ്ക്കെല്ലാം ഒരേ ധർമ്മമെന്ന് അന്വയം കൽപ്പിക്കുന്നതാണ് ദീപകാലങ്കാരം. അനേകം വസ്തുക്കൾ പക്ഷേ അവയ്ക്കെല്ലാം ഒരേ ധർമ്മമെന്ന് അന്വയം കൽപ്പിക്കുന്നത് ദീപകാലങ്കാരം. അനേകമേകധർമ്മത്തിൽ അന്വയിപ്പതു ദീപകം എന്ന് ലക്ഷണം. അനേകമേകധർമ്മത്തിൽ അന്വയിപ്പതു ദീപകം. അപ്രസ്തുത പ്രശംസ. വ്യംഗ്യാർത്ഥത്തിന് സർവപ്രാധാന്യം കൈവരുന്ന അലങ്കാരങ്ങളിൽ ഒന്നാണ് അപ്രസ്തുത പ്രശംസ. വ്യംഗ്യാർത്ഥത്തിന് സർവപ്രാധാന്യം കൈവരുന്ന ഒരു അലങ്കാരമാണ്. അപ്രസ്തുത പ്രശംസാക്യം അപ്രസ്തുത മുരയ്ക്കതാൻ എന്നാണ് ലക്ഷണം. അപ്രസ്തുത പ്രശംസാക്യം അപ്രസ്തുത മുരയ്ക്കതാൻ. നന്മുല്ല തന്നുടെ തേനുണ്ട കാർവണ്ട് നാമുല്ല തേടുമോ നാരിമാരെ. ഇത് കൃഷ്ണഗാഥയിലെ വരികളാണ്. ശ്രീകൃഷ്ണൻ മധുരക്ക് പോയാൽ മടങ്ങി വരില്ല എന്ന് ദുഃഖിക്കുകയാണ് ഗോപികമാർ. പക്ഷേ അവർ പറയുന്നത് ശ്രീകൃഷ്ണൻ മധുരയിലെ സുന്ദരിമാരെ കണ്ട് ഭ്രമിച്ച് തങ്ങളെ മറക്കുകയില്ല എന്ന പ്രസ്തുതത്തിന്റെ പ്രതീതി ലഭിക്കുന്നുണ്ട്. നല്ല മുല്ലയിലെ തേൻ കുടിച്ച് ശീലിച്ച വണ്ട് നാമുല്ല ചീത്ത മുല്ലയിൽ പോകില്ല. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം പ്രതീക്ഷിക്കുന്നു.